എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിലേഷ് ആർക്കായങ്കോ. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്നും ആദ്യമായി കയർ മെഷീനറികൾ മറ്റൊരു രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിന്ന്. കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി. കേരളത്തിനുള്ളിൽ മഹാരാഷ്ട്ര, ഒറീസ, അഹമ്മദാബാദ്, കർണാടക അങ്ങനെ പല സംസ്ഥാനങ്ങളിലും മെഷീനുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു എക്സ്പോർട്ട് ഓർഡർ ലഭിക്കുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസുലയിലേക്കാണ് ഈ മെഷീനുകൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡീഹസ്കി മെഷീൻ. മണിക്കൂറിൽ 700ഓളം തേങ്ങകൾ പൊതിക്കുന്ന ഡീഹസ്കി മെഷീനാണിത്. കൊപ്രായിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കാനുള്ള ഓയിൽ എക്സ്പ്ലർ മെഷീൻ, തേങ്ങയുടെ തൊണ്ടിൽ നിന്നും ചകിരിനാരും ചകിരിച്ചോറും വേർതിരിക്കാൻ സഹായിക്കുന്ന ഡീ ഫൈബർ മെഷീൻ. ഒരു മണിക്കൂറിൽ 800 മുതൽ 1000 തൊണ്ട് വരെ ഈ മെഷീൻ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. മുറിച്ചകിരി ഉപയോഗിച്ചുകൊണ്ട് ഫൈബർ പോട്ടുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഗാർഡൻ ആർട്ടിക്കൽ മെഷീൻ, കരിമ്പിൽ നിന്നും ജ്യൂസ് വേർതിരിക്കുന്നതിനുള്ള ഷുഗർ കെയിൻ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്നീ മെഷീനുകളാണ് വെനിസുല സ്വദേശിയായ ഡാനിയലിന്റെ സിംകോ ബയോ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മെഷീനുകളെല്ലാം കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യുകയാണ്. കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അതിനിടയിലാണ് ട്രിവാൻഡ്രത്തുള്ള ഒരു പോളിടെക്നിക് കോളേജിൽ നിന്നും കുറച്ച് കുട്ടികൾ IVക്ക് ആയിട്ട് വന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിങ്ങൾ IV പ്രൊജക്റ്റ്, ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ എല്ലാം നിലവിലുള്ള മെഷീൻ സംവിധാനങ്ങളെല്ലാം പരിചയപ്പെടുത്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മെഷീനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നമ്മുടെ കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള MH റഷീദ് സാറും നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള MK ശശികുമാർ സാറും കൂടി നിർവഹിച്ചു. അപ്പോൾ മീഡിയയിൽ നിന്നും കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വെനിസുലയിലേക്ക് നമ്മളിവിടെ നിർമ്മിച്ച മിഷനറി കയറ്റുമതി ചെയ്യും. അവിടുന്നുള്ള അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ വന്നു വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ആദ്യമായിട്ട് നമുക്ക് പുറത്തോട്ട് കയറ്റുമതിയാണ് കിട്ടിയിട്ടുള്ളത്. So this is Daniel. He's buying machineries from our factory. He's a nice guy. He is a nice guy too. I'm glad to meet him. Hi, what do you like the most in Kerala? First of all, I like the people. They are very friendly people, and the weather is very similar to Venezuela, so I feel like I'm home. Okay. The food is good, but it's a little bit spicy. Okay. So, what food do you like the most when you tried? Chicken tikka. Chicken tikka. Okay. Malai tikka, yes. And Okay. 65 veg fried rice. Veg fried rice. 65. Okay. So And dal. what about the weather in Kerala and Venezuela? What's the difference? Major difference? Maybe there is a little bit different because Caracas is 1,000 meters above sea level, so it's a little bit colder than here. Okay. But in other parts of Venezuela, it's very similar. Okay. Do you like Venezuela or Kerala? Which one? Are both the same. But Venezuela was born there, so it's my country. Yeah. But Kerala is very similar. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാനിയൽ നല്ലൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഡാനിയലിൻ്റെ അനിയത്തി കാത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിനായിട്ടുള്ള ആദിലാണ്. ആദിലിൻ്റെ കുട്ടിയാണ് തോളത്തിരിക്കുന്നത്. ആദിലിൻ്റെ കുട്ടിയുടെ പേര് ഹംസ. കയർ മിഷണറി മാനുഫാക്ചറിംഗ് കമ്പനി ചരിത്രത്തിലാദ്യമായി വെനിസുലയിലേക്ക് നമ്മുടെ ഭൂഖണ്ഡം കടന്ന് അമേരിക്കയിലെ വെനിസുലയിലേക്ക് കയർ മിഷനറിയുടെ യന്ത്രങ്ങൾ അയക്കുകയാണ്. തീർച്ചയായും ഇവിടെ എത്തി വലിയ വികസനത്തിൻ്റെ പടവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പരമ്പരാഗത മേഖലയിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആധുനികവൽക്കരണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 2014 ആരംഭിച്ച കയർ മിഷനറി ഇന്ന് വൈവിധ്യവൽക്കരണത്തിലൂടെ വിവിധങ്ങളായ 50ഓളം മിഷനറികൾ കണ്ടുപിടിച്ച് ഇതിനുൽപ്പാദനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കിട്ടിയിരിക്കുന്ന ഈ ഓർഡർ ഇനിയും നമ്മുടെ യശസ് ഭൂഖണ്ഡങ്ങൾ കടന്ന് എത്തും.
അതിനനുസരിച്ചുള്ള ഓർഡർ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയിലെ കൂട്ടുകാർ. മെഷീനിലൊക്കെ പോയപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഏകദേശം ടെൻഷനും കാര്യങ്ങളൊക്കെ ഒതുങ്ങി മെഷീൻ അങ്ങനെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കമ്പനിയുടെ കോൺടാക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്.